PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചോദ്യപേപ്പറിലെ ആദ്യ ഭാഗത്തെ 30 ചോദ്യങ്ങൾ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. 1. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഇവയെല്ലാം വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികളാണ്. അപ്പോൾ ഉത്തരം എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി. 32ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. 33ാമത്തെ ചോദ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. 34ാമത്തെ ചോദ്യം. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി. 35ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റാമിൻ? താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ബി. 36ാമത്തെ ചോദ്യം. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് വാരിസെല്ല സോസ്റ്റർ. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് വാരിസെല്ല സോസ്റ്റർ. 37ാമത്തെ ചോദ്യം. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനമാണ് ഊർജം നൽകുക എന്നത് കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനമാണ്. 38ാമത്തെ ചോദ്യം. 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. 39ാമത്തെ ചോദ്യം. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ആണ് ലിഗമെന്റുകൾ. ഉത്തരം ഓപ്ഷൻ ഡി ലിഗമെന്റുകൾ. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ആണ് ലിഗമെന്റുകൾ. 40ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ ആണ് അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം. 41ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 42ാമത്തെ ചോദ്യം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നതെവിടെയാണ്? ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ധ്രുവങ്ങളിലാണ് ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത്. 43ാമത്തെ ചോദ്യം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. ഉത്തരം ഓപ്ഷൻ എ വികിരണം. 44ാമത്തെ ചോദ്യം. മനുഷ്യന്റെ ശ്രവണപരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്.
20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. 45-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14, 2023. 2023 ജൂലൈ 14-നാണ്. 46-ാമത്തെ ചോദ്യം. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. കൽപ്പന ചൗള. 47-ാമത്തെ ചോദ്യം. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ. 48-ാമത്തെ ചോദ്യം. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ്? STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തമാണ് 22.4 ലിറ്റർ. ഉത്തരം ഓപ്ഷൻ സി, 22.4 ലിറ്റർ വ്യാപ്തം. 49-ാമത്തെ ചോദ്യം. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡെ. 50-ാമത്തെ ചോദ്യം. പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 ഉള്ള മൂലകത്തിൻ്റെ പേരെന്താണ്? പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 ഉള്ള മൂലകത്തിൻ്റെ പേരാണ് ഒഗാനസൺ. ഒഗാനസൺ. 51-ാമത്തെ ചോദ്യം. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡെമോക്രിറ്റസ്. ഡെമോക്രിറ്റസ്. 52-ാമത്തെ ചോദ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. ഉത്തരം ഓപ്ഷൻ എ, കേളി. 53-ാമത്തെ ചോദ്യം. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലിലാണ്. തോന്നയ്ക്കൽ. 54-ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, വിദ്യാവിനോദിനി. വിദ്യാവിനോദിനി. 55-ാമത്തെ ചോദ്യം. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി. വല്ലി. 56-ാമത്തെ ചോദ്യം. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ് നീലവെളിച്ചം. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ് നീലവെളിച്ചം. 57-ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്സ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ശരിയുത്തരം വരുന്നത് ഇവ മൂന്നും ശരിയാണ്. ഓപ്ഷൻ ഡി, ഇവ മൂന്നും ശരി. 58-ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ഇത് തെറ്റാണ്. 2. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം ശരി. 2ഉം 3ഉം മാത്രം ശരി. 59-ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് പ്ലോട്ടർ. ഉത്തരം ഓപ്ഷൻ സി, പ്ലോട്ടർ.
അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, ട്രാക്ക് ബോൾ, ബാർകോഡ് റീഡർ. ഇവയെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടുന്നതാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. 60-ാമത്തെ ചോദ്യം, GPS-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? GPS-ൻ്റെ പൂർണ്ണരൂപമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓപ്ഷൻ ഡി, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. 61-ാമത്തെ ചോദ്യം, വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തതാണ് കുക്കി. സഫാരി, ഫയർഫോക്സ്, ഒപ്പേറ ഇവയെല്ലാം വെബ് ബ്രൗസറിന് ഉദാഹരണങ്ങളാണ്. 62-ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനമാണ് കോപൈലറ്റ്. 63-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷയാണ് പൈത്തൺ. ഉത്തരം ഓപ്ഷൻ എ, പൈത്തൺ. 64-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 65-ാമത്തെ ചോദ്യം, 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവനായും. ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ മുഴുവനായും. 66-ാമത്തെ ചോദ്യം, കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി, റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ. 67-ാമത്തെ ചോദ്യം, ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, യുനിസെഫ്. യുനിസെഫ് ആണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര സംഘടന. 68-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക ഇവയെല്ലാം ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി, എയും ബിയും സിയും. 69-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 70-ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, 1989. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.